മമ്മൂക്കയുടെ ടെർബോ ജോസ് എന്താ പറയാ, ഒരു അടാറ് സാധനം മക്കളെ, ഒരു അടാറ് സാധനം, ഒരു രക്ഷയില്ലാത്ത പടം. കൊമേഴ്ഷ്യൽ സിനിമ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലായി ഈ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ ഒരു വാല്യൂ ഇല്ലല്ലോ. അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ഒരു പക്ക ആക്ഷൻ ചിത്രം ഇറങ്ങിയിട്ടില്ല എത്രയോ കാലങ്ങളായി. നമ്മൾ ഒരുപാട് ആക്ഷൻ ചിത്രമെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ടർബോനടുത്ത് ഒന്നുമല്ല. ടർബോ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റും, എന്തായാലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിട്ട് നിങ്ങളും തയ്യാറെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ പോണെ, എന്താ പറയല്, നിങ്ങൾക്ക് ഈ മമ്മൂക്കൊക്കെ വയസ്സായി എന്ന് പറയുന്നവരോട് എനിക്ക് ഒറ്റൊരു കാര്യമുള്ളൂ. മമ്മൂക്കൊക്കെ വയസ്സായി വയസ്സായി എന്ന് പറഞ്ഞ് അവസാനം നമുക്ക് വയസ്സാവും. അപ്പോഴും ആ മനുഷ്യന് അതേ എനർജിയിൽ ഇവിടെ ഉണ്ടാവും, നമ്മളെ ഇടയിൽ ഉണ്ടാവും. എന്തൊരു സംഭവമാണ് മോനെ ഈ 72-ാം വയസ്സിലും ഇജാതി ഫൈറ്റ്. നമ്മൾ ഇതുവരെ മമ്മൂക്ക എല്ലാവരും പറയുന്നുണ്ട് റോബോട്ടിക് ഫൈറ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ. പക്ഷെ ഇതിൽ നിങ്ങൾ കാണണം വേറെ രീതിയിൽ. വേറെ രീതി പറഞ്ഞാൽ നമുക്ക് പണ്ട് മമ്മൂക്കേന്റെ ആ സ്റ്റൈലൊക്കെ മാറി. ഇപ്പം നമുക്ക് വേറെ ലെവലാണ്. ആ സ്റ്റണ്ട് ആക്ഷൻ ചെയ്ത സ്റ്റണ്ട് മാസ്റ്ററേയും ഈ ഒരു ഘട്ടം നമുക്ക് അഭിനന്ദിച്ചേ പറ്റും. അത്തരത്തിലുള്ള മേക്കിംഗ് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഫൈറ്റ് ഉണ്ട്. എനിക്ക് ക്ലൈമാക്സ് ഫൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ. എന്ന് പറഞ്ഞാല് ലെങ്തി ഫൈറ്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്, അജാതി എഫേർട്ട് ഇട്ടിട്ട് ആ മനുഷ്യൻ ഈ വയസ്സിൽ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമിക്കുന്നു മമ്മൂക്ക. നമുക്കൊന്ന് 72-ാം വയസ്സിൽ ജീവിച്ചിരിക്കാൻ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് ഇജാതി ഫൈറ്റ്, ഇങ്ങനെ ഒരു ആക്ഷൻ ചിത്രത്തില് മൂപ്പരുടെ ഒരു വിളയാട്ടം എന്ന് പറഞ്ഞാൽ അടാറ് വിളയാട്ടം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ രാജ്ബി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഹാഫ് ലയൺ ഹാഫ് മാൻ എന്ന് പറയുന്ന പോലെ പണ്ട് ധ്രുവത്തിന് മമ്മൂക്കൊക്കെ എതിരായിട്ട് ഒരു കന്നഡത്തിൽ നിന്നൊരു നടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് എനിക്ക് സോറി പറയാൻ ഓർക്കുന്നില്ല. പക്ഷെ അതേപോലെ ഒരു ഐറ്റം വീണ്ടും നമ്മളെ മലയാള സിനിമയിലേക്ക് രാജ്ബി ഷെട്ടിയുടെ ആ ഒരു സ്വാഗ്, ആ ഒരു സ്റ്റൈല്, അഞ്ചാറ് സാധനം. മൂപ്പർക്ക് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഇത് കാണാം. രാജ്ബി ഷെട്ടിയുടെ കുറെ കഥാപാത്രം, ഇതുപോലെ വില്ലൻ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു. പണ്ട് ഈ ജയിലറിൽ വിനായകൻ ചെയ്തേ പോലെ അജാതി ഒരു മമ്മൂക്കക്ക് എതിരായ, അതായത് പക്ക എതിരായിട്ട് ആരാണോ വേണ്ടത് അതേപോലെ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നിട്ട് അടാറ് ഫൈറ്റും ആ ഒരു ചെറിയ ശരീരം കൊണ്ട്. മൂപ്പരെ അഭിനയം വേറെ നമുക്ക് അറിയാവുന്നതാണ്. സോ രാജ്ബി ഷെട്ടി പൊളിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മൈന്യൂട്ടായ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് എനിക്ക് കുറച്ചൊരു ഇത് തോന്നി. പക്ഷെ എന്താ പറയാ, മൂപ്പര ആ ഒരു സാഗിലെല്ലാം മറന്ന് ഇരിക്കാൻ പറ്റും. അജാതി ഒരു സ്ക്രീൻ പ്രസൻസ് സാധനമാണ് രാജ്ബി ഷെട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഈ സിനിമന്റെ വിജയം എനിക്ക് തോന്നുന്നത് മിഥുൽ മാനുവൽ തോമസിന്റെ കഥ, ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ബിക്കോസ് ഇതില് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നല്ല. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് മസാല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ പടം. ത്രില്ലർ എന്ന് പറഞ്ഞാല് അങ്ങനെ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സസ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല. വളരെ ആ ഒരു എന്താണ് ആ ഒരു ലൈൻ, ആ സ്റ്റോറി ലൈൻ പിടിച്ചങ്ങോട്ട് ക്ലൈമാക്സ് വരെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ട് മലയാളത്തിൽ കുറെ ആയി. ഞാൻ ഈ തമിഴിലും തെലുഗിലൊക്കെ നമ്മൾ വിജയിന്റെ പടവും വിക്രവും ലിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വിസിലടിക്കുക, നമ്മളിങ്ങനെ ത്രില്ലടിച്ച് നിന്നിട്ടുണ്ട്. നമ്മൾ അപ്പം ആലോചിച്ചിട്ടുണ്ട് നമുക്ക് മലയാളത്തിൽ എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പടം വരുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനൊരു ഉത്തരമായിട്ട് ടർബോന്റെ ആ പവർ ടർബോ മമ്മൂക്ക നമ്മളെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാരും പോയിട്ട് കാണേണ്ട പടം എന്ന് പറഞ്ഞാൽ അജാതി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് ആ ഒരു നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് എത്തുന്നവരെ പക്ക കോമഡി പറഞ്ഞാൽ നല്ല ടൈമിങ്ങിലുള്ള കുറെ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബിന്ദു പണിക്കർ ആയാലും കൂടെ നിൽക്കുന്ന മമ്മൂട്ടിന്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും മമ്മൂക്കന്റെ ആ പണ്ടത്തെ കോമഡി അതേപോലെ അല്ല. മമ്മൂക്ക കോമഡി ചെയ്യുന്നതിൽ കുറച്ച് മാറ്റങ്ങളും കുറച്ച് ട്യൂൺ ചെയ്തിട്ടുണ്ട്, സെൽഫായിട്ട് കുറച്ച് ടൂൺ ആക്കിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് മമ്മൂക്ക കോമഡിയും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ എന്തായാലും ആ ഫസ്റ്റ് ഹാഫിൽ ചിരിയുണ്ട്. ഫസ്റ്റ് ഹാഫ് ചിരി മാത്രമല്ല അടിയും ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും അടിയോടടീന്റെ ഇടയ്ക്കും ചെറിയ ചെറിയ ഇങ്ങനെ പടക്കം പോലെ ചെറിയ ചെറിയ കോമഡികൾ ഇങ്ങനെ ബെതറുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ആണ്, പക്ക ആക്ഷൻ ത്രില്ലർ സംഭവം. എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോഫ് സേവ്യറാണ്. നമുക്കറിയാം മൂപ്പര് നേരത്തെ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ ഒരു രക്ഷയില്ല. BGM ആ ഒരു മമ്മൂട്ടിന്റെ ഇൻട്രോയിലാണെങ്കിലും അതുപോലെ ഫൈറ്റ് സീനിലാണെങ്കിലും ക്ലൈമാക്സിലാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത BGM. അതേപോലെ നമ്മുടെ വില്ലൻ വരുന്ന സമയത്ത് രാജ്ബി ഷെട്ടി വരുന്ന സമയത്തുള്ള BGM, ഒരു ട്രാൻസ് എല്ലാം കേൾക്കുന്ന സമയത്ത് ഭയങ്കര ബീറ്റ് കൊടുത്തിട്ടുള്ള ഒരു സംഭവം അടാറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ് ആൻഡ് സ്റ്റണ്ട് ഫിയോനിക്സ് പ്രഭു, മൂപ്പർ എടുത്തു പറയണം. ബിക്കോസ് ഇതുവരെ കണ്ട സ്റ്റണ്ട് ഒന്നല്ല, ഇത് വേറെ ലെവൽ സ്റ്റണ്ട്. മലയാളത്തിൽ ഇതിനിടക്കായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റണ്ട് പരിപാടി കണ്ടില്ല. നമ്മൾ തമിഴിലും തെലുങ്കിലെല്ലാം കണ്ടത് പോലെയല്ല, അതേപോലെ ഉപമിക്കാൻ പറ്റുന്ന മലയാളത്തിൽ ഇപ്പം ടെർബോ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മക്കളെ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു
ഇത് ഈ പടം 100 കോടി അടിച്ചില്ലെങ്കിൽ, ഞാനിപ്പോ ഈ കാര്യം സീരിയസ് ആയിട്ട് പറയാണ്, ഈ പടം 100 കോടി അടിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ബ്ലോഗ് നിർത്തും. ഈ യൂട്യൂബ് ചാനൽ ഞാൻ അടച്ചു പൂട്ടും. അത്രയും ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ടർബോ മമ്മൂക്കാന്റെ ആദ്യത്തെ 100 കോടി ഇതായിരിക്കും കേരളത്തിലെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ്, മലയാളം മോളിവുഡിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ടർബോ മാറുന്നതിന് യാതൊരു സംശയവുമില്ല മക്കളെ. പിന്നെ പറയാനുള്ള, ഞാനത് ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് പോയി, സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് അതിന്റെ സീരിയസ്നെസ് കാര്യങ്ങൾ അതിന്റെ കഥയിലേക്ക് മൊത്തത്തിലേക്ക് കടന്ന് ആക്ഷൻ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ആക്ഷൻ രംഗങ്ങൾ ഇങ്ങനെ വന്നുകൊടുത്തിട്ട് അവസാനത്തെ, അതായത് മൂന്നാല് ആക്ഷൻ കഴിഞ്ഞു, അവസാനത്തെ മമ്മൂട്ടിന്റെ വണ്ടി വെച്ചിട്ടുള്ള ഒരു ഡ്രിഫ്റ്റിങ്ങും പരിപാടിയും ചേസിങ് ഒക്കെ ഉണ്ട്. അതും ഒരു തീപ്പൊരി ആയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് കടന്നപ്പോൾ രാജ് ബി ഷെട്ടി ആൻഡ് മമ്മൂക്ക ഫേസ് ഓഫ് ആണ്. ആ ഫേസ് ഓഫിന് രാജ് ബി ഷെട്ടിയുടെയും മമ്മൂക്കേന്റെ ഒരു അഡാർ ഫൈറ്റ്. രാജ് ബി ഷെട്ടി ഒരു രക്ഷയില്ല. ഐ മീൻ ആ ഫിസിക്കൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും സ്റ്റണ്ടൊക്കെ നീറ്റ് ആൻഡ് വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്കയും അതിന്റെ ഒപ്പരം നിന്നിട്ടുണ്ട്. അവസാന ക്ലൈമാക്സും കഴിഞ്ഞിട്ട് മക്കളെ ഒരു അഡാർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സസ്പെൻസ് കാര്യങ്ങൾ, ഒരു സസ്പെൻസ് ഉണ്ട് മോനെ. മിഥുൽ മാനുവൽ തോമസ് അത് ഇട്ട് തന്നു. ഇതുവരെ ഏത് ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ ഒരു ലീക്ക് ആവാൻ ഒരു ചാൻസും ഇല്ലാത്ത പോലെ അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. സോ അത് തിയേറ്ററിൽ വരുമ്പോ എന്റെ പൊന്നളിയ ഒരു ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിക്രത്തിലൊക്കെ കണ്ട പോലെ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് ലിയോലൊക്കെ കണ്ട പോലെ, അതേപോലൊരു ഐറ്റം മക്കളെ. ഈ ഐറ്റം കൊണ്ട് അവസാനിപ്പിക്കുന്നത് ടർബോ 2 വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയിൽ കൊണ്ടാണ്. സോ ഒരു രക്ഷയില്ല മമ്മൂക്ക ഉമ്മ, വേറൊന്നും പറയാനില്ല. നിങ്ങളൊരു സൂപ്പർ മെഗാ സ്റ്റാർ, അതിലപ്പുറം ഒന്നും പറയാനില്ല. സോ എല്ലാവരും പോയിട്ട് ടർബോ പവർ കാണാൻ റെഡി ആയിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് സൈനിങ് ഓഫ്.